നമസ്കാരം. പ്രളയക്കെടുതി നേരിടുന്ന കേരളത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വിവാദത്തിലേക്കും നീങ്ങുകയാണ്. പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ട് എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയപ്പോൾ അതിന് ശക്തമായ മറുപടിയാണ് മന്ത്രി പി.സി. വിഷ്ണുനാഥും രംഗത്തെത്തിയത്. മുൻ പ്രളയകാലങ്ങളിലെ രാഷ്ട്രീയ അന്തരീക്ഷം, ഇപ്പോഴത്തെ ആരോപണ പ്രത്യാരോപണങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇവയെല്ലാം ചേർന്ന് പ്രളയ രാഷ്ട്രീയം കൂടുതൽ സജീവമാവുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും തുടരുന്നതിനിടയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്. പ്രളയത്തിന്റെ 2ാം ദിവസം മുതൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നു എന്നാണ് മന്ത്രി പി.സി. വിഷ്ണുനാഥിന്റെ പ്രതികരണം. മുൻ പ്രളയങ്ങളിൽ മലയാളികൾ രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി ദുരന്തത്തെ നേരിട്ടുവെന്നും ഇത്തവണ ആ പ്രവണതയിൽ മാറ്റമുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്നും ഒറ്റപ്പെട്ട പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാകാമെങ്കിലും അതിനെ മുൻനിർത്തി മുഴുവൻ സംവിധാനത്തെയും കുറ്റപ്പെടുത്തുന്നത് അത്ര ശരിയായ നടപടിയല്ല എന്നതാണ് മന്ത്രിയുടെ പക്ഷം. ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം മുൻ സർക്കാരുകളുടെ കാലത്ത് നടപ്പാക്കാതെ പോയ പദ്ധതികളാണ്. റൂം ഫോർ റിവർ പദ്ധതി എന്തായി എന്നും മന്ത്രി ചോദിച്ചു. അതോടൊപ്പം തന്നെ പമ്പാ നദിയിൽ കൃത്യമായ രീതിയിൽ മണൽ വാരൽ നടത്താത്തതും പ്രളയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായി എന്ന വിമർശനവും പി.സി. വിഷ്ണുനാഥ് ഉന്നയിക്കുന്നുണ്ട്. ദീർഘകാല നദീ പരിപാലനത്തിനും പ്രളയ നിയന്ത്രണ നടപടികളിലും വീഴ്ച ഉണ്ടായ കാര്യത്തിലും, അതായത് ഇന്നത്തെ സാഹചര്യത്തിന് കാരണമായി എന്നും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. ഇതിനിടെ പ്രളയബാധിത പ്രദേശങ്ങളിൽ സജീവമല്ലാത്ത ഗസ്റ്റ് ഹൗസുകളിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്ന ആരോപണം മന്ത്രി പി.സി. വിഷ്ണുനാഥിനെതിരെ ഉയർന്നു. ഈ ആരോപണത്തെ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ ചൂടേകുകയും ചെയ്തു. എന്നാൽ ആ ആരോപണം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കിയ മന്ത്രി കെ.യു. ജനീഷ് കുമാറിനൊപ്പം ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ചിത്രങ്ങൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നെ ഇങ്ങോട്ടല്ല വിളിച്ചത്, ഞാൻ അങ്ങോട്ട് പോയി എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഞാൻ അവിടെ ഉറങ്ങുകയായിരുന്നു എന്ന് മനസ്സാക്ഷിയുള്ള ഒരാൾ പറയുമോ? പുലർച്ചെ വരെ എന്റെ പ്രതികരണം എടുത്ത മാധ്യമ പ്രവർത്തകർ അതിന് സാക്ഷികളാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. പ്രളയ ദുരന്തം നേരിടുന്നതിനൊപ്പം രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ശക്തമാകുന്ന സാഹചര്യത്തിലാണ് സർക്കാരും പ്രതിപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തലുകളുമായി മുന്നോട്ടു പോകുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത, ദീർഘകാല പ്രളയ നിയന്ത്രണ പദ്ധതികൾ, ഭരണപരമായ ഉത്തരവാദിത്വം എന്നിവയെല്ലാം ചുറ്റിപ്പറ്റിയുള്ള ഈ ചർച്ചകൾ വരും ദിവസങ്ങളിലും രാഷ്ട്രീയ കേന്ദ്ര ബിന്ദുവാകുമെന്നാണ് വിലയിരുത്തൽ.